എന്തൊക്കെയാണ് ഈ ഒരു സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത്? ഇൻസ്റ്റാഗ്രാം തുറന്നാലും എന്താണെന്ന് പോലും മനസ്സിലാവുന്നില്ല. കാശിന് വേണ്ടിയിട്ട് നെട്ടോട്ട് ഓടുന്ന ഒരു അവസ്ഥയാണ്. എന്തും കാണിക്കാം. ഒരു സൈഡിൽ മെമ്പർഷിപ്പ് ലൈവ്, മറു സൈഡിൽ ഇതുപോലെ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്ത് ക്യാമറയും ബെഡ്റൂമിൽ സെറ്റ് ചെയ്തിട്ട് കൊപ്രായത്തരങ്ങൾ കാണിക്കുന്നത്. ഇതാണ് ഇപ്പോൾ സ്ഥിരമായിട്ട് നടക്കുന്നത്. സത്യം ഇൻസ്റ്റാഗ്രാം തുറക്കാൻ പറ്റുന്നില്ല. കുറേ കൂതറ സാധനങ്ങൾ വന്നിട്ട് ഇതുപോലെ ബെഡ്റൂമിൽ കാണിക്കേണ്ട കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇവർ പുറത്തേക്ക് കൊടുക്കുന്ന ഒരു ഇൻഫർമേഷൻ എന്ന് മനസ്സിലാവുന്നില്ല. എന്താണോ മാനോ ഇല്ലാണ്ട് ബെഡ്റൂമിൽ ക്യാമറ വെച്ചിട്ട് അതിൽ ഏർപ്പെടം പോലത്തെ എന്തോ സംഭവം പിടിച്ചിട്ട് അതിന് ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യുകയാണ് ഇപ്പോഴത്തെ കുറേ ആൾക്കാർ. എന്തിനാണെന്ന് ചോദിച്ചാൽ വ്യൂസിന്, ഷെയറിന്, കമന്റിന്. ഇത്രയുണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് ജീവിതമുള്ളൂ എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന കുറച്ച് ആൾക്കാർ. എന്താണ് ഇവരുടെയൊക്കെ ലക്ഷ്യങ്ങളെന്നൊന്നും മനസ്സിലാവുന്നില്ല. എന്തായാലും കുടുംബത്തോടെ ഇറങ്ങിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവർക്കൊക്കെ മക്കളുണ്ട്. ആ ഒരു മക്കളുടെ അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. ഇതൊക്കെ എവിടെ ചെന്നെത്തുന്നു? എവിടെ നിന്നൊക്കെ കുറ്റം പറിച്ച് വന്നിട്ടുണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ. എന്ത് കാണിച്ചാലും ആരും ഒന്നും പറയില്ല എന്നുള്ളൊരു ബോധ്യം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരം പോക്കർത്തനങ്ങൾ ഇപ്പം കൊണ്ടുവരുന്നത്. എങ്ങനെ നടന്നാലും കുഴപ്പമില്ല, നമുക്ക് പണം വേണം. പണമാണ് ഏറ്റവും വലിയ കാര്യം, പണമാണ് മെയിൻ എന്ന് പറഞ്ഞിട്ട് എന്തും കാണിക്കാൻ മടിയില്ലാണ്ട് വന്നിരുന്ന് ഓരോ വൃത്തികേടുകൾ കാണിക്കുകയാണ്. എന്താ ഇതൊക്കെ? സത്യം പറഞ്ഞാൽ ഇത് അവർക്ക് കാണിക്കുന്ന അവർക്കൊന്നും തോന്നുന്നില്ലെങ്കിൽ നമുക്ക് കാണുന്ന നമ്മൾക്ക് അറപ്പ് തോന്നുന്നുണ്ട്. നമുക്ക് തന്നെ എന്തോ പോലെ തോന്നി. എന്ത് അപരാധങ്ങളാണ് ഈ കാണിച്ചു കൂട്ടുന്നത്? ഒരു മര്യാദ വേണ്ടി. പണ്ടൊക്കെയാണെങ്കിൽ എല്ലാ ആൾക്കാർക്കും ഒരു പേടിയാണ്. എന്തെങ്കിലും കണ്ടാലോ അയ്യോ ഒളിച്ചു നിന്ന് വായി നോക്കിയാലും പേടിയാണ്, വഴക്ക് പറയുന്ന പേടിയാണ്. ഇപ്പം അങ്ങനെയുള്ള ഒരു പേടിയൊന്നുമില്ല. സ്വന്തം ഇഷ്ടത്തിന് ഫോൺ ഓപ്പൺ ചെയ്ത് വയ്ക്കുക, അതിലെന്തൊക്കെയോ കാട്ടിക്കൂട്ടുക. നമ്മൾ ഈ ഒരു വീട്ടിനകത്ത്, അതായത് ഭർത്താക്കന്മാർ സംസാരിക്കുന്ന കുറേ കാര്യങ്ങൾ അത് പബ്ലിക്കിൽ റിവീൽ ചെയ്യുക. പിന്നെ വീഡിയോസ് അത് 10 ആൾക്കാരല്ല ലക്ഷക്കണക്കിന് ആൾക്കാർ കാണാൻ വേണ്ടിയിട്ട് അതിനൊന്നും കൂടി ഒന്ന് നോക്കി ഒരു പാട്ടൊക്കെ സെറ്റ് ചെയ്തിട്ട് അതിനങ്ങോട്ട് പബ്ലിക്കിലോട്ട് എടുത്തിടുക. ഇതിലങ്ങനെ രസം കണ്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് ആൾക്കാരും. ഇവരെന്താണ് ഈ ഒരു പുതുതലമുറയ്ക്ക് എന്ത് മെസ്സേജാണ് കൊടുക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. പക്ഷേ എന്ത് പോയാലും കുഴപ്പമില്ല, നാണോ മാനോ അഭിമാനോ ഒക്കെ പോയാലും കുഴപ്പമില്ല, നമുക്ക് കാശുണ്ടാക്കണം, 10 ആൾക്കാർ അറിയണം. അത് മാത്രമല്ല ഇപ്പം എന്ത് അഭിനയിച്ചെന്നാലും ഒരു കുഞ്ഞു തുണ്ടുപടം ഫോണിൽ ഇട്ടുന്ന കൂടി രണ്ടാമത്തെ ദിവസം ഇൻ്റർവ്യൂ ആണ്. ആ ഒരു ഇൻ്റർവ്യൂവിന് വിളിച്ചിട്ട് ഭയങ്കര എന്തോ വലിയൊരു സംഭവമാണ് എന്നുള്ള രീതിയിൽ ഇൻ്റർവ്യൂവിന് പിടിച്ചിരുത്താണ് ചെയ്യുന്നത്. അതാണിപ്പം സ്ഥിരമായിട്ട് നടക്കുന്ന കാര്യം. അതിനുവേണ്ടി ഇൻ്റർവ്യൂവിന് വിളിക്കാനായിരിക്കും പാവപ്പെട്ട ആൾക്കാർ ഇങ്ങനെ കാണിക്കുന്നത്. അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവരെങ്ങനെ നോക്കിയിട്ട് ഒരിടത്തും എത്തുന്നില്ല, കാശും കിട്ടുന്നില്ല. അപ്പോൾ ഇങ്ങനെയെങ്കിലും കാണിച്ചാലെങ്കിലും 10 ആൾക്കാർ പുറം ലോകത്തെങ്കിലും അറിയുമല്ലോ നമ്മുടെ ബെഡ്റൂമിൽ ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത്, നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ വിചാരിക്കില്ല. അപ്പോൾ അതിനൊരു ആൾക്കാർക്ക് ഇങ്ങനെ ക്യൂരിയോസിറ്റി ഉണ്ടാക്കണം. നമ്മുടെ ബെഡ്റൂമിൽ ഇങ്ങനത്തെ കാര്യങ്ങളാണ് നടക്കണതെന്ന് ഇങ്ങനെ ഒരു വീഡിയോ ഇടുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് ക്യൂരിയോസിറ്റി ആവും. അയ്യോ ഇതെന്തായിരിക്കും, ഇനി അടുത്ത ഭാഗം ഇതിൻ്റെ എന്തായിരിക്കും എന്ന് വിചാരിച്ചിട്ട് അവർക്ക് ഭയങ്കര ഒരു എന്താ പറയുക, ഒരു വ്യഗ്രത ഉണ്ടാവും. പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇത്രയും കാര്യങ്ങൾ ഇടുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്ത് വൃത്തികെട്ടൊരു രീതിയാണ് ഈ ഒരു സോഷ്യൽ മീഡിയയിൽ കാണുന്നത്. കുട്ടികൾ വരെ ഫോൺ യൂസ് ചെയ്യുന്നത്, പ്രായഭേദമന്യേ ആൾക്കാർ ഉപയോഗിക്കുന്നതാണ് ഈ ഒരു ഫോണ്. അതുമാത്രമല്ല ഈ ഒരു സോഷ്യൽ മീഡിയ. അപ്പോൾ അവരൊക്കെ കാണുമ്പോഴത്തേക്ക് എങ്ങനെയായിരിക്കും? പണ്ടൊക്കെ ആണെങ്കിൽ ആൾക്കാർക്കൊരു എന്തെങ്കിലും ജസ്റ്റ് വായി നോക്കുന്നുണ്ടെങ്കിലോ ഒരു എന്താ പറയുക, അവർക്കൊക്കെ ഒരു പേടിയാണ് പല കാര്യങ്ങൾക്കും. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, ഒരു ഒളിവും അറിയൊന്നുമില്ല. ഫോൺ അങ്ങോട്ട് സെറ്റ് ചെയ്ത് വയ്ക്കുക ബെഡ്റൂമിനകത്തേക്ക്, പിന്നെ കാണിച്ച് കൂട്ടുന്നത് എല്ലാം ഒന്നും കൂടി ഒന്ന് സെറ്റാക്കിയിട്ട് അതങ്ങ് അപ്ലോഡ് ചെയ്യുക. ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ ഒരു ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇത് പോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇവർക്ക് എന്ത് മനസ്സുഖമാണ് കിട്ടുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അവർക്കൊന്നും തോന്നില്ല, നമുക്കൊരു ഇത് തോന്നുന്നുണ്ട്. അവർക്ക് കാണിക്കുന്നവർക്ക് ഒരു എളുപ്പമില്ല. ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ടിട്ടുണ്ട് ആ ഒരു വീഡിയോ. നാണം ഇല്ലേ, നാണം. ഇതൊക്കെ പ്രത്യേകിച്ച് പറയാനുള്ളത് ഇവർക്കൊക്കെ മക്കളുണ്ട്, വലിയ മക്കളൊക്കെ ഉള്ള ആൾക്കാരാണ് ഈ കാണിക്കുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല.